സോ ഫൈനലി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ പ്രധാനമായിട്ടും ചെയ്യേണ്ടതും അറിഞ്ഞു വെക്കേണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ iOS 18 ഇൻസ്റ്റാൾ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ iOS 18 അപ്ഡേറ്റിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന 40-ലധികം 40+ ഫീച്ചേഴ്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ കാണുന്ന പോലെ ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനും ആപ്പിൾ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തേക്കുവാണ്. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലോക്ക് സ്ക്രീനിൻ്റെ കമ്പാരിസൺ എന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. നമുക്കറിയാം ഈ ഒരു ഫ്ലാഷ് ആൻഡ് ക്യാമറ ക്വിക്ക് കൺട്രോൾസ് iOS 18 വന്നപ്പം അങ്ങനെ ഒരു സംഭവമില്ല, അതെല്ലാം എടുത്തു കളഞ്ഞു. നമുക്ക് ഇനി മുതൽ iOS 18 കസ്റ്റമൈസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഒരു ക്വിക്ക് ആക്ഷൻ കൺട്രോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന, അതിലേക്ക് ഇഷ്ടമുള്ള കൺട്രോൾസ് നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് സെല്ലുലാർ ഡാറ്റ ഇവിടെ കൊടുക്കാം. ഇനി അതോടൊപ്പം തന്നെ ട്രാൻസ്ലേഷൻ ആപ്പും ഞാൻ ഇവിടെ തന്നെ കൊടുത്തു. 2, നമുക്ക് പുതിയ കുറച്ച് വാൾപേപ്പേഴ്സ് ആപ്പിൾ iOS 18 കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന വാൾപേപ്പേഴ്സ്. അതോടൊപ്പം തന്നെ ഒരു കംപ്ലീറ്റ് ഡൈനാമിക് വാൾപേപ്പറും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ടൈം ഓഫ് ദ ഡേ പല കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ആ ഒരു കളർ ഇങ്ങനെ ഡൈനാമിക്കലി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. 3, ലോക്ക് സ്ക്രീനിലെ ഈ ഒരു ക്ലോക്ക്, ഇതിന് പുതിയ കുറേയധികം ഫോണ്ട് ഓപ്ഷൻസ് ആപ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറേയധികം ഫോണ്ട് ഓപ്ഷൻസ് ഇപ്പം ഇതിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 4, പുതിയൊരു കളർ ഓപ്ഷൻ, ഇവിടെ നമുക്ക് ആ ഒരു കളർ കാണാൻ സാധിക്കും. ഇനി ഹോം സ്ക്രീനിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, ആ ഒരു ഐ കാച്ചിങ് ആയിട്ടുള്ള ഡാർക്ക് മോഡ് ഐക്കൺസ് ആണ്. അപ്പോൾ ഈ ഒരു ഐക്കൺസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ഏറ്റവും ടോപ്പിൽ നമുക്ക് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ആണ് ഈ പറഞ്ഞ ഐക്കൺസിൻ്റെ ചേഞ്ച് എല്ലാം വന്നേക്കുന്നത്. ഇപ്പം ഞാൻ ഡാർക്കാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതിൽ ഓട്ടോമാറ്റിക് ഉണ്ട്, ടിൻറ്റഡ് ഉണ്ട്. ടിൻറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് ഇഷ്ടമായിട്ട് കളർ ഓപ്ഷൻസ്, ഇവിടെ കളർ പിക്കർ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് കളേഴ്സ് സ്വിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമുക്കൊരു കളർ പിക്കർ ടൂളും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇഷ്ടമുള്ള കളർ, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാൾപേപ്പറിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് കളർ പിക്കർ ടൂളിൻ്റെ സഹായത്തോടെ നമുക്ക് ഇഷ്ടമുള്ള കളർ, അതിൻ്റെ ഇൻറ്റൻസിറ്റി, ഇതിലെല്ലാം നമുക്ക് ഈ ഒരു ഐക്കൺസിൽ ഇപ്പം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഏറ്റവും ടോപ്പിൽ നിങ്ങൾ കാണാം സ്മോൾ ആൻഡ് ലാർജ്. ഈ ഒരു ലാർജിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാർജ് ഐക്കൺസ് ഇപ്പം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ലാർജ് ഐക്കൺസ് വരുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ആ ഒരു ടെക്സ്റ്റ്, ഈ ഒരു ഐക്കൺസിൻ്റെ താഴെയുള്ള ടെക്സ്റ്റ് നമുക്കിപ്പം കാണാൻ സാധിക്കത്തില്ല. അപ്പം ക്ലീൻ ആയിട്ടുള്ള ഒരു നീറ്റ് ഹോം പേജ് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഹോം സ്ക്രീനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കളർ ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാൾപേപ്പർ, അത് ഈ ഒരു ഐക്കൺസിനനുസരിച്ച് ഡിം ആൻഡ് ലൈറ്റിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അതിനാണ് ഇവിടെ ഈ ഒരു ഓപ്ഷൻ. ഇതിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിം ആൻഡ് ലൈറ്റ് നമുക്ക് ഈ ഒരു ഡാർക്ക് വാൾപേപ്പേഴ്സിന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഫോൺ ആപ്പിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2-3 ചേഞ്ചസ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് T9 ഡയലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലെങ്കിൽ ഫെസിലിറ്റി ഇപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ നമ്പർ എൻ്റർ ചെയ്ത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിത് ഇവിടെ ആ ഒരു പേരും ആ നമ്പരും വരുന്ന കുറേയധികം കോൺടാക്ട് സജഷൻസും നമുക്കിത് ഇവിടെ കാണിക്കുന്നതായിരിക്കും. പിന്നെ UI വന്നൊരു ചേഞ്ചാണ്. നിങ്ങളിപ്പം ഇവിടെ ഈ ഒരു UI കാണാൻ സാധിക്കും. സൈഡിൽ നമുക്ക് കോൾ ബട്ടൻ്റെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു പുതിയ UI ആണ്. 3ാമത് കോൾ റെക്കോർഡിംഗ് ആണ്. നമുക്ക് ഈ ടോപ്പിൽ കാണുന്നതാണ് കോൾ റെക്കോർഡിംഗ്. സോ ദിസ് കോൾ വിൽ ബി റെക്കോർഡഡ് എന്ന് തന്നെ കാണിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഉള്ളത് നമുക്ക് iPhone 15 Pro, 15 Pro Max, 16 സീരീസിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ഫോണിൻ്റെ റീസെൻറ്റ് ടാബിൽ നമുക്കിപ്പം സെർച്ച് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രീവിയസ് കോളുകൾ, നമ്മൾ വിളിച്ചേക്കുന്ന കോളുകൾ നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. iOS 18 നമുക്ക് കലണ്ടർ ആപ്പിൽ തന്നെ റിമൈൻഡേഴ്സും ആഡ് ചെയ്യാൻ ഇനി മുതൽ സാധിക്കുന്നതാണ്. സോ കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് കലണ്ടർ ആപ്പിൽ റിമൈൻഡർ ഇൻറ്റഗ്രേഷൻ. സോ ഈ ഒരു പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി നമുക്ക് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ റിമൈൻഡർ ആഡ് ചെയ്യാൻ സാധിക്കും. iOS 18 സെറ്റിംഗ്സ് ഓപ്ഷനിൽ ധാരാളം മാറ്റങ്ങളാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. സെറ്റിംഗ്സ് ആപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മെയിൻ സ്ക്രീനിൽ തന്നെ അല്ലെങ്കിൽ മെയിൻ പേജിൽ തന്നെ നമുക്ക് ബാറ്ററി ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നേക്കുവാണ് ഏറ്റവും ടോപ്പിൽ. സോ ബാറ്ററി ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ചാർജിങ് ഓപ്ഷനിൽ ചാർജിങ്ങിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇനി മുതൽ ചാർജിങ് ലിമിറ്റിൽ 85, 90 ആൻഡ് 95 എന്ന് പറയുന്ന 3 അഡീഷണൽ ഓപ്ഷനും കൂടെ ആപ്പിൾ കൊണ്ടുവന്നേക്കുവാണ്. ഇനി സെറ്റിംഗ്സിൽ തന്നെ താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ വന്ന് നിൽക്കുന്നത് ആപ്സ് എന്ന് പറയുന്ന ഒരു പുതിയൊരു പേജിലേക്കാണ്. സോ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻറ്റയർ ആപ്ലിക്കേഷൻ, ഫസ്റ്റ് പാർട്ടി ആൻഡ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് എല്ലാം ഇപ്പോൾ ആപ്പിൾ ആൽഫബറ്റിക് ഓർഡറിൽ ഇതിലേക്ക് ചുരുക്കിയേക്കുവാണ്. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റ് ഏറ്റവും ടോപ്പിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും ഏത് ആപ്ലിക്കേഷനാണ് എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു ആപ്പിൻ്റെ പേജിലേക്ക് പോകണ്ട എന്നുണ്ടെങ്കിൽ ഏത് ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ്ലി സെർച്ച് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് സെറ്റിംഗ്സിലെ ജനറൽ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേയധികം വ്യത്യാസമാണ് അതിൻ്റെ UI വന്നേക്കുന്നത്. നമുക്ക് ഈ ജനറൽ ഓപ്ഷനിൽ എന്തൊക്കെയാണ് ലഭിക്കുന്നതെന്നുള്ള ഒരു ചെറിയൊരു ക്വിക്ക് ലുക്ക് ഏറ്റവും ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പം ഈ ഇവിടെ വെറുതെ പേര് കൊടുത്ത സ്ഥലത്ത് ഇപ്പം നിങ്ങൾക്കൊരു ഗിഫ് ഐക്കണും സൈഡിൽ കാണാൻ സാധിക്കും. അതിപ്പം ഏത് സെറ്റിംഗ്സിലേക്ക് പോയാലും നിങ്ങൾക്ക് സൈഡിൽ ഒരു ഗിഫ് ഐക്കണോട് കൂടിയാണ് ഇപ്പം ആ സെറ്റിംഗ്സ് എന്താണ് എന്നുള്ളത് കൊടുത്തേക്കുന്നത്. പിന്നെ സെറ്റിംഗ്സിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ അത് iOS 18.1 മുതൽ iPhone 15 Pro മുതൽ മേളിലേക്കുള്ള സീരീസിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. അല്ലാത്ത
അല്ലാത്ത എല്ലാ ഡിവൈസുകളിലും നിങ്ങൾക്ക് iOS 18 അപ്ഡേറ്റിന് ശേഷം സിറി എന്ന് മാത്രമേ കാണത്തുള്ളൂ. പിന്നീട് ഹോം സ്ക്രീനിൽ തന്നെ ഇനി ഏത് ആപ്ലിക്കേഷൻസിൻ്റെ വിജിറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഈ ഒരു സജഷൻ ഓപ്ഷൻ. അതാണ് ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിജിറ്റുകൾ അവിടെ നിന്ന് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് ടൈപ്പിലുള്ള ഏത് സൈസിലുള്ള വിജിറ്റുകളും നിങ്ങൾക്ക് ഇനി മുതൽ ഈ ഒരു രീതിയിൽ വിജിറ്റ് ഓപ്ഷനിലേക്ക് പോകാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതുപോലെ തന്നെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് എഡിറ്റ് ഓപ്ഷനിൽ പോയാൽ നമുക്ക് ആഡ് വിജിറ്റ് ഓപ്ഷൻ പ്രീവിയസിലുള്ള പോലെ ഉണ്ട്. അതോടൊപ്പം തന്നെ എഡിറ്റ് പേജ് ഓപ്ഷനും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇനി മുതൽ പേജുകൾ ഈ ഒരു രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഐക്കൺസിൽ നമ്മൾ വരുത്തുന്ന ഓരോ ചേഞ്ചുകളും വാൾപേപ്പർ അനുസരിച്ച് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മളിപ്പം സെറ്റിംഗ്സിൽ പോയി വാൾപേപ്പറിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കറൻറ്റ്ലി റൺ ചെയ്യുന്ന ഈ ഒരു വാൾപേപ്പറാണ്. ഇനി ഞാൻ ഈ ഒരു വാൾപേപ്പറിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അതനുസരിച്ച് ആ ഒരു വാൾപേപ്പർ അനുസരിച്ച് എൻ്റെ ആ ഒരു ഐക്കൺസിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തൊരു വാൾപേപ്പറിലേക്ക് പോകുമ്പം അതിനനുസരിച്ച് വാൾപേപ്പേഴ്സിൻ്റെ കളറും എന്തൊക്കെയാണ് നമ്മൾ വരുത്തിയേക്കുന്ന ചേഞ്ചസ് അതനുസരിച്ച് മാറുന്നതാണ്. സോ ഐക്കൺസ് വാൾപേപ്പറുമായിട്ട് ലിങ്ക്ഡ് ആണ്. iOS 18 മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു റീഡിസൈൻ കൊണ്ടുവന്ന ഒരു ഏരിയയാണ് കൺട്രോൾ സെൻറ്റർ. നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ്ലി അടിമുടി വ്യത്യാസത്തിലാണ് ആപ്പിൾ iOS 18 ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നമുക്കറിയാം പ്രീവിയസ്ലി ഉണ്ടായിരുന്നത് ഇതുപോലെയാണ്. ഇതിൽ യാതൊരു വ്യത്യാസവും നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ സാധിക്കത്തില്ല. അതുപോലെ പേജോ കാര്യങ്ങളോ ഒന്നും കൂടുതൽ ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ iOS 18 വന്നപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എത്ര പേജുകൾ വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും. സോ ഈ കൺട്രോൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ എൻ്റെ മെയിൻ ഫോണിൽ ഞാൻ ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൺട്രോളുകൾ ഇനി മുതൽ അറേഞ്ച് ചെയ്യാനാണ്. ഇത് റീ അറേഞ്ച് ചെയ്യാൻ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. താഴെ ആഡ് കൺട്രോൾസ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് ആൻഡ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൻ്റെ കൺട്രോളുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇനി മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഓരോ ഡെവലപ്പേഴ്സും അവരുടെ ആപ്ലിക്കേഷൻസിനുള്ള കൺട്രോളുകൾ ഈ ഒരു കൺട്രോൾ സെൻറ്ററിൻ്റെ API ഉപയോഗിച്ചുകൊണ്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കണക്ടിവിറ്റി കൺട്രോൾസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ജസ്റ്റ് അതിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സെല്ലുലാർ നെറ്റ്വർക്കിൻ്റെ കൺട്രോൾസ് ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഈ പാർട്ടർ ഓപ്പൺ ആക്കി പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ സൈഡിൽ നമുക്ക് കുറച്ച് ഫേവറേറ്റ് കൺട്രോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു കൺട്രോൾസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ടോപ്പിലെ റൈറ്റ് കോർണറിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് പവർ ബട്ടൺ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ആ ഒരു സ്ലൈഡ് ടു പവർ ഓഫ് സ്ക്രീനിലേക്ക് പോകുന്നതായിരിക്കും. മറ്റൊരു ഫേവറേറ്റ് ഫീച്ചർ ആപ്പിൾ iOS 18 കൊണ്ടുവന്നിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആപ്പ് ലോക്ക്. സോ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്പ് ലോക്ക് ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഞാനിവിടെ ആപ്പ് സ്റ്റോറിൻ്റെ ഓപ്ഷനിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ റിക്വയർഡ് ഫേസ് ID എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിൽ ഞാൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിക്വയർഡ് ഫേസ് ID വീണ്ടും ടാപ്പ് ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഫേസ് ID കാണാൻ സാധിക്കും. ഇനി മുതൽ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫേസ് ID ഇല്ലാതെ സാധിക്കത്തില്ല. സോ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പ് ലോക്ക് സിസ്റ്റം ആപ്പിൾ ഇപ്പം iOS 18 കൊണ്ടുവന്നേക്കുവാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻസും വളരെ ഈസി ആയിട്ട് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. വീണ്ടും അവിടെ ഡോണ്ട് റിക്വയർഡ് ഫേസ് ID ടാപ്പ് ചെയ്യുക. അത് വീണ്ടും നമ്മുടെ ഫേസ് ID സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ ഫേസ് ID ആവശ്യമില്ല. ലോക്ക് ചെയ്യുന്ന പോലെ തന്നെ ഏത് ആപ്ലിക്കേഷൻസും ഇനി ഹൈഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ഇവിടെ റിക്വയർഡ് ഫേസ് ID എന്നുള്ളത് ടാപ്പ് ചെയ്യുക. ഹൈഡ് ആൻഡ് റിക്വയർഡ് ഫേസ് ID എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഹൈഡ് ചെയ്യാൻ സാധിക്കും. അതിന് മുന്നേ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് വരും. ഇതൊരു പ്രോപ്പർ ഹൈഡിങ് ഫീച്ചറാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലത്തെ ഒരു സ്പ്ലാഷ് സ്ക്രീൻ വരുന്നത്. അതിൽ നിങ്ങൾക്ക് കാണാം ആപ്പ് അപ്പിയറൻസ് ഒന്നും കാണത്തില്ല. അതുപോലെ ഇതിൽ വരുന്ന നോട്ടിഫിക്കേഷൻസോ അലേർട്ടോ ഒന്നും നമുക്ക് ലഭിക്കത്തില്ല. ആകെ സെറ്റിംഗ്സിൽ മാത്രം നമ്മൾ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. പക്ഷേ അതിൽ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ ഹൈഡ് ആപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പ് അവിടെ നിന്ന് ഹൈഡായി. ഇനി ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ആപ്പ് ലൈബ്രറിയിലേക്ക് പോവുക. ആപ്പ് ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഇവിടെ എവിടെയും കാണാൻ സാധിക്കത്തില്ല. നിങ്ങൾ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹിഡൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഫേസ് ID വേണം, ഇല്ലാതെ പറ്റത്തില്ല. സോ ഫേസ് ID ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു ഹൈഡ് ചെയ്തേക്കുന്ന ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. പിന്നീട് പുതിയ കുറച്ച് റിംഗ് ട്യൂൺസ് ആപ്പിൾ iOS 18 കൊണ്ടുവന്നിട്ടുണ്ട്. സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ റിംഗ് ട്യൂൺസിൻ്റെ ഓപ്ഷനിൽ പോയാൽ നമുക്ക് അങ്ങനെയുള്ള കുറേ പുതിയ റിംഗ് ട്യൂൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ സെറ്റിംഗ്സിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ നമ്മുടെ അക്കൗണ്ട് ഓപ്ഷനുണ്ട്. ഇവിടെ കാണാം iPhone 14 Pro ഉള്ള ഡാർക്ക് മോഡിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവൈസിൻ്റെ ആ ഒരു തീമുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ ഒരു ഐക്കൺസിൻ്റെ കളറും അല്ലെങ്കിൽ തീമും കൊടുത്തേക്കുന്നത്. സോ ഡാർക്ക് ഐക്കൺസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതോടൊപ്പം സൈൻ ഇൻ വിത്ത് ആപ്പിൾ എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഓപ്ഷനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഫീച്ചർ വളരെയധികം ഉപകാരപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആപ്പിൾ ID ഉപയോഗിച്ചുകൊണ്ട് സൈൻ ഇൻ ചെയ്തേക്കുന്ന ഏതൊക്കെ വെബ്സൈറ്റുകളാണോ ഏതൊക്കെ അക്കൗണ്ടുകളാണോ അതെല്ലാം നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ട് കാണിക്കുന്നതായിരിക്കും. ആ അക്കൗണ്ടുകൾ ഏതാണെന്നും അതിൽ നിന്ന് നമ്മുടെ ആപ്പിൾ ID റിമൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്. പുതിയ ഡെഡിക്കേറ്റഡ് പാസ്വേഡ് ആപ്ലിക്കേഷൻ നമുക്ക് iOS 18 ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് പാസ്വേഡുകളും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഷെയർ ചെയ്യാനും ആഡ് ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഈ പാസ്വേഡുകൾ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു പുതിയ ഗ്രൂപ്പ് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. അതിലേക്ക് നമുക്ക്
അതിലേക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഈ പാസ്വേഡുകൾ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഏതെങ്കിലും ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ പാസ്വേഡ് നമുക്കുണ്ട്, ജനറലി ഉണ്ട്. അത് നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓരോ അക്കൗണ്ടുകൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഫാമിലിയായിട്ട് അത് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആപ്പിളിൻ്റെ തലക്കെട്ട് ആരോ അടിച്ചതാണോ അതോ ആപ്പിൾ വന്ന് വീണതാണോ എന്നറിഞ്ഞുകൂടാ, ആപ്പിൾ വീഡിയോ ഓപ്ഷനിൽ നമുക്ക് പോസ് ഓപ്ഷൻ കൊണ്ടുവന്നേക്കുവാണ്, പോസ് ബട്ടൺ. സോ ഇനി മുതൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇനി പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. UI എലമെൻറ്റ്സ് ആഡ് ചെയ്തതിൽ എനിക്ക് ഇതിൽ ഏറ്റവും ക്രേസി ആയിട്ട് തോന്നിയ അല്ലെങ്കിൽ ഏറ്റവും വൈൽഡായിട്ട് തോന്നിയ ഒരു കിടിലൻ UI ചേഞ്ചാണ് ഫ്ലാഷ്. കാരണം ജസ്റ്റ് ഫ്ലാഷ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ, ഈ ഒരു ഫ്ലാഷ് ഐക്കൺ അല്ലെങ്കിൽ ഫ്ലാഷിൻ്റെ UI അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഈ ഒരു ഫ്ലാഷ് നമുക്ക് ബീം ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വൈഡായിട്ടും നമുക്കിങ്ങനെ ഫ്ലാഷ് അടിക്കാൻ സാധിക്കുന്നതാണ്. iOS 8 ഫോട്ടോസ് ആപ്പ് ഒരു രക്ഷയില്ല. ആപ്പിൾ കംപ്ലീറ്റ്ലി അതിനെ റീഡിസൈൻ ചെയ്തേക്കുവാണ്, തലങ്ങും വിലങ്ങുമാണ് റീഡിസൈൻ ചെയ്തേക്കുന്നത്. സോ നിങ്ങൾക്കിവിടെ കാണാം, ഈ ഒരു ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പേടിച്ച് പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്ന് മനസ്സിലായി വരാൻ കുറച്ച് ടൈം എടുക്കും. അതുപോലെയാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, താഴെയുള്ള ഈ ഒരു കസ്റ്റമൈസ് ആൻഡ് റീഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു ഫോട്ടോ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോട്ടോസ് ആപ്പിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് പ്രൊഫൈൽ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഫോട്ടോസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആൽബം ഹൈഡ് ചെയ്യാനും വ്യൂ ചെയ്യാനും അല്ലെങ്കിൽ എനേബിൾ ചെയ്യാനും സാധിക്കും. വീഡിയോസ് ഓട്ടോ പ്ലേ ആണോ അല്ലെങ്കിൽ ഫുൾ HDR വീഡിയോസ് പ്ലേ ചെയ്യണോ, ഇങ്ങനെയുള്ള എല്ലാ സെറ്റിംഗ്സും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ സെറ്റപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതും ആണ്. പിന്നെ ഫേസ് ടൈം ആൻഡ് iMessageലേക്ക് വരുമ്പോൾ നമുക്ക് സ്ക്രീൻ ഷെയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റി നേരത്തെ മുതൽ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫേസ് ടൈം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ എന്തെങ്കിലും ഒരു സംശയമൊക്കെ ഉണ്ട്, ആ ഡിവൈസിൻ്റെ ഓരോ സെറ്റിംഗ്സ് പറഞ്ഞു കൊടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ അത് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ iOS 18 വന്നപ്പം നമുക്ക് ഈ സ്ക്രീൻ ഷെയർ മാത്രമല്ല ആ ഒരു ഡിവൈസിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇനി മുതൽ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വളരെ ഈസി ആയിട്ട് ഗൈഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ പറഞ്ഞ തല പുകയ്ക്കുന്നതിന് പകരം അവരുടെ ഡിവൈസിൻ്റെ ഫുൾ കൺട്രോളും നമുക്ക് ടേക്ക് ഓവർ ചെയ്യാം. അതിൽ നിന്ന് വേണ്ട ഓപ്ഷൻസും സെറ്റിംഗ്സും ഒക്കെ നമുക്ക് മാറ്റാനും സ്കെച്ച് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. പിന്നീട് വന്ന മാറ്റം നടന്നത് മെസ്സേജസിലാണ്. ഇനി മുതൽ നമുക്ക് RCS സപ്പോർട്ട്, റിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസസ് എന്ന ആ ഒരു സപ്പോർട്ട് ഐഫോണിൽ ലഭിക്കുന്നതാണ് iOS 18 വരുന്നതിലൂടെ. രണ്ടാമത് മെസ്സേജുകൾക്ക് ടെക്സ്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്തു, സൈഡിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പല ഓപ്ഷൻസ് അല്ലെങ്കിൽ റിപ്പിൾ എഫക്റ്റ്, ജിറ്റർ എഫക്റ്റ്, ബ്ലൂം എഫക്റ്റ്, ഷെയ്ക്ക് എഫക്റ്റ്, ഇങ്ങനെയുള്ള പല ടെക്സ്റ്റ് എഫക്റ്റുകളും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ആഡ് ചെയ്ത് അങ്ങനെ സെൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. നാലാമത് സെൻഡ് ലേറ്റർ എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചർ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ സെൻഡ് ലേറ്റർ ഓപ്ഷനിൽ ടാപ്പ് ചെയ്തു, എന്ത് മെസ്സേജ് ആണോ സെൻഡ് ചെയ്യേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെൻഡ് ചെയ്യേണ്ട ഡേറ്റ്, ടൈം, കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഇവിടെ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെൻഡ് ആകുന്നതായിരിക്കും. സോ അങ്ങനെ മെസ്സേജുകൾ സ്കെഡ്യൂൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. iOS 18 കാൽക്കുലേറ്റർ ആപ്പ് മൊത്തത്തിൽ റീവാമ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാംബർഗർ ടൂളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹിസ്റ്ററി കാണാൻ സാധിക്കും. നമ്മൾ എത്രത്തോളം ഇതിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാ ഹിസ്റ്ററി നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത് ജസ്റ്റ് ഈ താഴത്തെ ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സയൻറ്റിഫിക് ആൻഡ് മാത്ത് നോട്ട് എന്ന് പറയുന്ന പുതിയ ഫീച്ചർ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത എന്ത് ഇക്വേഷൻസും ഇവിടെ സോൾവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ സ്കെച്ച് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. പിന്നീട് നമ്മുടെ നോട്ട്സ് ആപ്പിൽ കാര്യമായിട്ടുള്ള ചേഞ്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം അറ്റാച്ച് ഫയൽ, റെക്കോർഡ് ഓഡിയോ. നോട്ട്സ് ആപ്പിൽ തന്നെ ഓഡിയോ ഇനി മുതൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഫോട്ടോസ്, വീഡിയോസ്, കാര്യങ്ങളൊക്കെ അതൊക്കെ പ്രീവിയസ്ലി ഉള്ളതാണ് ആഡ് ചെയ്യാനും സ്കാൻ ചെയ്യാനും സാധിക്കും. സോ റെക്കോർഡ് ഓഡിയോ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നോട്ട്സ് ആപ്പിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് ടേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് തന്നെ സൈമിൾട്ടേനിയസ്ലി ആ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യാനും സാധിക്കും. അതോടൊപ്പം റെക്കോർഡ് ചെയ്ത ഓഡിയോയുടെ ട്രാൻസ്ക്രിപ്ഷൻ റിട്ടേൺ ഫോർമാറ്റിൽ നമുക്ക് ലഭിക്കുന്നതും ആയിരിക്കും. സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ നമുക്ക് വളരെ കണ്ണിങ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും താഴത്തേക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐ ട്രാക്കിംഗ് എന്ന് പറയുന്ന ഫീച്ചർ. സോ ഇനി മുതൽ നമ്മുടെ ഡിവൈസ് ഐ ഉപയോഗിച്ച്, കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. സോ ആ കാര്യത്തിൽ ഹാൻഡ്സ് ഓഫ് ടു ആപ്പിൾ. രണ്ടാമത് മോഷൻ എന്ന് പറയുന്ന ഓപ്ഷനകത്താണ് വെഹിക്കിൾ മോഷൻ ക്യൂ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ സൈഡിൽ കുറച്ച് ഡോട്ടുകൾ കാണാൻ സാധിക്കും. സോ വാഹനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഫോൺ ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോട്ട്സിന്റെ സഹായത്തോടെ മോഷൻ സിക്നസ് ഉള്ളവർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. സോ നമ്മൾ ഓരോ ടേൺ എടുക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ ഡോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് ഐ സ്ട്രെയിനിങ് ഉണ്ടാകാതെ അല്ലെങ്കിൽ ഐ സ്ട്രെയിൻ കുറയ്ക്കാനും അതിലൂടെ ഈ ഒരു പ്രോബ്ലത്തിന് വളരെയധികം ഇംപ്രൂവ്മെന്റ്സ് ലഭിക്കുന്നതാണ്. മൂന്നാമത് മ്യൂസിക് ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. സോ മ്യൂസിക് ആപ്പിൽ നമ്മൾ
പ്ലേ ചെയ്യുന്ന സൗണ്ടുകളുടെ ആ ഒരു ബീറ്റ് അനുസരിച്ച് അതിനെ സിങ്ക്രണൈസ് ചെയ്ത് ആ ഒരു ഹാപ്റ്റിക് എഞ്ചിൻ ഫങ്ഷൻ ചെയ്യുകയും നമുക്ക് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇത് എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ മ്യൂസിക് ആപ്പിനകത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു മ്യൂസിക് നിങ്ങൾക്ക് ആ ഒരു ഫീഡ്ബാക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയത് iOS 18 വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില ഫീച്ചേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് iOS 18 ലഭിച്ചിട്ടുണ്ട്. അത് ഒറ്റ വീഡിയോയിൽ തീരത്തില്ലാത്തതുകൊണ്ട് തന്നെ പല വീഡിയോസ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ iOS 18 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഫീച്ചേഴ്സാണ് ഞാനിപ്പം മെൻഷൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ വിലൻ. Catch you guys in the next video. Till then, peace.